നിങ്ങൾ പണ്ടു മുതലേ കേട്ട് തഴമ്പിച്ച ഒരു മുത്തശ്ശി കഥയുണ്ട്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണ നിയമം ന്യൂട്ടൺ കണ്ടെത്തിയത് ആപ്പിൾ തലമണ്ടയിൽ വീണപ്പോഴാണെന്നുള്ളത്. ഒരു പരിധിവരെ നമ്മൾ ആ കഥ എൻജോയ് ചെയ്തിട്ടുള്ളവരാണ്. നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറിയിലാണ്. ഹയർ സെക്കൻഡറിയിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പാഠത്തിലോട്ട്, ഡെപ്തിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ കോണ്ടെക്സ്റ്റ് ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിളൊന്നുമല്ല മക്കളെ. നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മളൊരു പാൻഡമിക് സിറ്റുവേഷനിലാണ്. ഏതാണ്ട് 16th സെഞ്ചുറിയിൽ, 16ാം നൂറ്റാണ്ടില് ഇന്ന് നമ്മൾ നേരിടുന്ന പോലത്തെ ഒരു അതിഗംഭീരമായ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടായി. ഗ്രേറ്റ് പ്ലാഗ് എന്ന് പറയും. അന്ന് ന്യൂട്ടന്റെ യൂണിവേഴ്സിറ്റി ഈ പറയുന്ന പോലെ ഇന്നത്തെ സ്കൂളുകൾ അടച്ചിട്ട പോലെ തന്നെ അതും ക്ലോസ് ചെയ്തു. ന്യൂട്ടൻ സ്വന്തം ബംഗ്ലാവിലോട്ട് താമസം മാറി. അങ്ങനെ 2-3 കൊല്ലത്തെ ഒരു അജ്ഞാത വാസം, ഒരു ക്വാറന്റൈൻ പീരീഡ്. ആ ക്വാറന്റൈൻ പീരീഡിലാണ് ന്യൂട്ടൺ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിക്കുന്നത്. ഏത് രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലോട്ട് ന്യൂട്ടനെ നയിച്ചത്? ഈ പ്രപഞ്ചത്തെ മൊത്തം ഭരിക്കുന്ന, ഈ യൂണിവേഴ്സിനെ മൊത്തം ഗവേൺ ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ബേസിക് ഫോഴ്സ് ന്യൂട്ടൻ എങ്ങനെയാണ് കണ്ടെത്തിയത്? വളരെ ഒരു തരത്തിൽ പറഞ്ഞാൽ, ഹിസ്റ്റോറിക്കലി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് ന്യൂട്ടൺ അതിലേക്ക് എത്താനുണ്ടായ കാരണം. ന്യൂട്ടന് മുമ്പ് ടൈക്കോ ബ്രാഹെ എന്ന് പറയുന്ന ഒരു അസ്ട്രോണമർ ഉണ്ടായിരുന്നു. ഈ അസ്ട്രോണമർ 10-12 കൊല്ലത്തോളം ആകാശ നിരീക്ഷണങ്ങൾ നടത്തി പ്ലാനറ്റുകളുടെ മൂവ്മെന്റുകളുടെ ഡാറ്റ, ഗ്രഹങ്ങളുടെ ചലനങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്തു. ഈ 10-12 കൊല്ലത്തോളം സ്റ്റാർ ഗേസിംഗ് നടത്തിയത് കൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു 12 കൊല്ലത്തിന് ശേഷം, ആ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ജോഹന്നാസ് കെപ്ലറിനാണ് ഈ ഹെവൻലി ബോഡീസിന്റെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ജോഹന്നാസ് കെപ്ലർ കണ്ടെത്തിയ ഹ്യൂജ് കളക്ഷൻ ഓഫ് ഡാറ്റ കയ്യിൽ വന്നു ചേർന്നത് കെപ്ലറിന്റെ ആയിരുന്നു. കെപ്ലർ അത് അനലൈസ് ചെയ്ത് കെപ്ലർ 3 നിയമങ്ങൾ പ്രകൃതിയിൽ കണ്ടെത്തുന്നു. കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. കെപ്ലർ കണ്ടെത്തിയ ആദ്യത്തെ പ്രപഞ്ചത്തെ ഭരിക്കുന്ന ഒരു നിയമമായിരുന്നു കെപ്ലറിന്റെ ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ലോ ഓഫ് ഓർബിറ്റ്. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ലോ ഓഫ് ഓർബിറ്റ്. കെപ്ലറിന്റെ ആദ്യത്തെ ഹെവൻലി ബോഡീസിന്റെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട നിയമത്തിൽ പറയുന്നുണ്ട്, എല്ലാ പ്ലാനറ്റ്സുകളും സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റലിലാണെന്നുള്ളത്, ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണെന്നുള്ളത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആ എലിപ്റ്റിക്കൽ പാത്ത് കാണാം. സൂര്യന് ചുറ്റും ഒരു എലോങ്ങേറ്റഡ് സർക്കിൾ, എലിപ്സ് മീൻസ് ആൻ ഇലോങ്ങേറ്റഡ് സർക്കിൾ. ഈ എലിപ്റ്റിക്കൽ പാത്തിലാണ് എല്ലാ പ്ലാനറ്റുകളും റിവോൾവ് ചെയ്യുന്നത്. നമ്മളുടെ കെപ്ലർ അദ്ദേഹത്തിന്റെ ഗുരുവായ ടൈക്കോ ബ്രാഹെ കണ്ടെത്തിയ ഡാറ്റകളിൽ നിന്ന് ഒരു കൺക്ലൂഷനിൽ എത്താണ്. എല്ലാ പ്ലാനറ്റുകളും സൂര്യന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് കറങ്ങുന്നതെങ്കിൽ, ന്യൂട്ടൺ ചിന്തിക്കുകയാണ് മക്കളെ, അങ്ങനെ ഒരു ചലനം സൂര്യന് ചുറ്റും സംഭവിക്കുന്നുണ്ടെങ്കിൽ ന്യൂട്ടൻ അറിയാം, ന്യൂട്ടന് മാത്രമല്ല 16ാം നൂറ്റാണ്ടിലെ എല്ലാ സയന്റിസ്റ്റുകൾക്കും അറിയാം, ഇഫ് ദർ ഈസ് എനി സർക്കുലർ മോഷൻ ദർ മസ്റ്റ് ബി എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഏതൊരു സാധനവും കറങ്ങി നടക്കണമെങ്കിൽ, ഏതൊരു സാധനവും വട്ടം കറങ്ങണമെങ്കിൽ അവിടെ നെസസറി ആൻഡ് സഫിഷ്യന്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. മക്കളെ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇല്ലാതെ വട്ടം കറങ്ങി നടക്കുന്ന പരിപാടി നടക്കില്ല. അത് നെസസറി ആണ്, സഫിഷ്യന്റ് ആയിട്ടുള്ള അളവിൽ ഉണ്ടാവും വേണം. അപ്പൊ ന്യൂട്ടൺ നേരിട്ട ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പ്ലാനറ്ററി മോഷൻസ് എലിപ്റ്റിക്കൽ ഷേപ്പിൽ സൂര്യന് ചുറ്റും കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അവരെ കറങ്ങി നടത്താൻ വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് ഏതായിരിക്കും? ന്യൂട്ടൺ അന്വേഷിച്ചു. ന്യൂട്ടൺ അന്വേഷിച്ച് മാത്തമാറ്റിക്കലി ന്യൂട്ടൺ പ്രൂവ് ചെയ്തു, എലിപ്റ്റിക്കൽ ഷേപ്പിൽ പ്ലാനറ്റുകൾ കറങ്ങി നടക്കണമെങ്കിൽ അവരെ കറക്കാൻ വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന ഒരു ഫോഴ്സ് ആണത്. ഇറ്റ് ഗവേണിംഗ് ഓൾ ദ പ്ലാനറ്ററി ബോഡീസ് ഇൻ യൂണിവേഴ്സ്. ആ ഫോഴ്സ് ആയിരുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പ്ലാനറ്ററി ബോഡീസിനെ എലിപ്റ്റിക്കൽ മോഷനിൽ കറക്കണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ എല്ലാ പ്ലാനറ്ററി ബോഡീസിനും ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരുന്നു ന്യൂട്ടൺ കണ്ടെത്തിയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്ലിയർ? അപ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എറൈസ് ചെയ്തത്
കെപ്ലറിന്റെ ഫസ്റ്റ് ലോയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ സൂര്യന് ചുറ്റും പ്ലാനറ്റുകളുടെ എലിപ്റ്റിക്കൽ പാത്തിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ന്യൂട്ടൺ കൊണ്ടുവന്നത്. അപ്പൊ കെപ്ലറിന്റെ ലോസിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മാത്രമാണ് ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അല്ലാതെ ആപ്പിള് തലമണ്ടയിൽ വീണതല്ല. തീർച്ചയായും ആപ്പിള് തലമണ്ടയിൽ വീഴുന്നതിന്റെ കാരണവും യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ തന്നെയാണ്. പക്ഷെ ന്യൂട്ടൺ അത് ഡിറൈവ് ചെയ്യുന്നത് കെപ്ലറിന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ.